ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുബേരനിധി നമുക്ക് സ്വന്തമാവാൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുബേരനിധി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പണം, സ്വർണം ഇതായിരിക്കും ആദ്യം മനസ്സിലോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ അങ്ങനെയല്ല. കുബേരനിധി എന്ന് പറയുന്നത് ധനവും അതേപോലെ സ്വർണവും ധാന്യങ്ങളും ഒത്തുചേരുന്നതാണ്. അതായത് നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പോൾ അവിടെ ഗുരുഭഗവാനെയും ചന്ദ്രഭഗവാനും വലിവടയുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ രണ്ട് ഗ്രഹങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ഈ ഒരു ലക്ഷ്മി കുബേര പൂജയിൽ വളരെ അത്യാവശ്യമാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീർഗ്രഹമാണ്, നമുക്കതറിയാം. അപ്പം ധാന്യങ്ങളിൽ പച്ചരിയാണ് നമ്മൾ ചന്ദ്രഭഗവാനെ കണക്റ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ നമ്മുടെ വായാണ് ഈ ഒരു ചന്ദ്രഭഗവാനെ കുറിക്കുന്നത്. കാരണം എന്താണ്? നമ്മുടെ വായിലാണ് എപ്പോഴും നീർത്തത്വം ഉണ്ടാകുന്നത്. അവിടെ ഉമിനീരെപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതായത് കുബേരനിധിയിൽ ഉൾപ്പെട്ട വസ്തുക്കൾ, അതിൽ തന്നെ എടുത്തു പറഞ്ഞാൽ ധാന്യങ്ങൾ, ഭക്ഷണം, ഇത് കണ്ടാൽ നമുക്ക് നമ്മുടെ വായിൽ ഉമിനീര് വരും. നല്ല ഒരു ഭക്ഷണത്തിൻ്റെ മണമടിച്ചാൽ തന്നെ നമുക്ക് തീർച്ചയായും അങ്ങനെയൊന്നുണ്ടാവും. അതിൽ തന്നെ മാങ്ങ, നെല്ലിക്ക ഇതുപോലെയുള്ള വസ്തുക്കൾ അതാരെങ്കിലും കഴിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് വായിൽ ഉമിനീര് വരും. ഈ നെല്ലിക്ക എന്ന് പറയുന്നത് കുബേരഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ ഏത് വീട്ടിലാണോ ധാന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത് അവിടെയും കുബേരഭഗവാന്റെ അരുൾ ഉണ്ടായിരിക്കും. പരിപ്പ്, കടല, ചെറുപയർ, ഇതുപോലെ പച്ചരി, അങ്ങനെയുള്ള ധാന്യങ്ങൾ, നമ്മൾ ധാന്യം ഇട്ട് വെക്കുന്ന ആ ഒരു ചില്ല് പാത്രങ്ങൾ എപ്പോഴും നിറഞ്ഞിരുന്നാൽ അവിടെ കുബേര കടാക്ഷം ഉണ്ടാവുകയും ധനത്തിന് ആ വീട്ടിൽ ഒരു കുറവും ഉണ്ടാവുകയുമില്ല. ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പം നമ്മളൊക്കെ 5 രൂപ നാണയങ്ങൾ കൊണ്ട് മഹാലക്ഷ്മി ദേവിക്ക് പൂജ ചെയ്യാറുണ്ട്. പക്ഷേ നാണയങ്ങൾ അവിടെ മഹാലക്ഷ്മിയെയാണ് കുറിക്കുന്നത്. നമ്മൾ നാണയത്തോടൊപ്പം ധാന്യങ്ങളും കുബേര ഭഗവാന് സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും ഇതുപോലെ ധാന്യം കുബേര ഭഗവാനെ സങ്കല്പിച്ച് സമർപ്പിച്ച്, അതിന് ലക്ഷ്മി കുബേര പൂജ ചെയ്യണമെന്നില്ല. അങ്ങനെ ചെയ്താൽ ആ വീട്ടിൽ കുബേരനിധി ഉണ്ടാവും. അതിന് എന്തു ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ചന്ദ്രബലം കുറഞ്ഞ വീട്ടിലും നീർഭൂതം ആക്റ്റീവ് അല്ലാത്ത വീട്ടിലും ഒരിക്കലും കുബേരനിധി ഉണ്ടാവുകയില്ല. ഇത് ചന്ദ്രബലം കുറഞ്ഞവർ കാണുന്ന ലക്ഷണങ്ങൾ, അതിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, സ്വാധിഷ്ഠാന ചക്രം എങ്ങനെ ആക്റ്റീവ് ചെയ്യണം, ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും ഈ കൂട്ടത്തിൽ ഞാൻ പറയുന്നില്ല. ചന്ദ്രരാശിയായ കർക്കിടകം രാശിയിലെ പൂയം നക്ഷത്രത്തിൽ നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. എല്ലാ മാസവും പൂയം നക്ഷത്രം വരുമ്പം ഞാനത് നിങ്ങളുമായിട്ട് പറയുന്നതാണ്. അതിൽ തന്നെ വ്യാഴാഴ്ചയും പൂയം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ഗുരു പുഷ്യ യോഗത്തിൽ നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്താലും കുബേരനിധി നമ്മുടെ വീടിനെ തേടി വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കർക്കിടക രാശിയുമായിട്ട് ഈ ഒരു ലക്ഷ്മി കുബേര പൂജയ്ക്ക് വളരെ വലിയ ഒരു പങ്കുണ്ട്. അതായത് ഞാൻ നേരത്തെയും പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഗുരുഭഗവാൻ ഉച്ചമടയുന്ന രാശിയാണ് ഈ ഒരു കർക്കിടകം. ചൊവ്വ ഭഗവാൻ നീച്ചമടയും, ചന്ദ്രഭഗവാൻ ആഴ്ചയടയുന്ന ഒരു നക്ഷത്രമാണ് എന്നുള്ളത്. അതുമാത്രവുമല്ല, നമുക്ക് ഈ ഒരു കുബേര യന്ത്രം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ആദ്യം കാണിച്ചിരുന്നല്ലോ, അപ്പോൾ ഒന്നുകൂടി കാണിക്കാം. ഈ ഒരു യന്ത്രം കൂടി നമ്മൾ ലക്ഷ്മി കുബേര പൂജയിൽ ഉൾപ്പെടുത്തണം. ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. ചെറിയ തകിടിലുള്ളത് മേടിക്കാൻ കിട്ടും. അതേപോലെ തടിയിൽ, വുഡിൽ വരച്ചിട്ടുള്ളത് മേടിക്കാൻ കിട്ടും. നമുക്ക് എപ്പം എല്ലായ്പ്പോഴും വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് മേടിച്ചു വെച്ചാൽ മതിയാവും. ഈ ഒരു യന്ത്രത്തിൽ സംഭവിക്കുന്നത്, അവിടെ ചൊവ്വ ഭഗവാൻ നീച്ചമടയുന്നുണ്ട്, ഗുരുഭഗവാനും ചന്ദ്രഭഗവാനും അവിടെ വലിവടയുന്നുമുണ്ട് ഈ ഒരു യന്ത്രത്തിൽ. അതിന് കാരണമെന്ന് പറയുന്നത്, ഈ ഒരു യന്ത്രം വരയ്ക്കുമ്പം എത്ര പേരിത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അറിഞ്ഞുകൂടാ. ചന്ദ്രഭഗവാന്റെ നമ്പറായിട്ടുള്ള 2 ഇതിൻ്റെ ആദ്യത്തെ 3-ൽ രണ്ടാമത് വരുന്നുണ്ട്. ശുക്രഭഗവാന്റെ നമ്പറായിട്ടുള്ള 6 ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത്
നടുക്കായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുഭഗവാന്റെ നമ്പറായിട്ടുള്ള 3 മൂന്നാമത്തെ പാർട്ടിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ 25 എന്നുള്ള നമ്പർ, 25 എന്ന് പറയുന്നത് ചൊവ്വ നീചമടയുന്ന നമ്പറാണ്. അപ്പം ഇത് നമ്മൾ വെറുതെ വരയ്ക്കരുതോ ഒരിക്കലും. ഈ ഒരു യന്ത്രം ഇതേ രീതിയിൽ നമ്പേഴ്സ് വെച്ച് വേണം നമ്മൾ വരയ്ക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് വരയ്ക്കുന്നതിലും നല്ലതൊരെണ്ണം വാങ്ങിച്ച് വെക്കുകയാണ് എന്നുള്ളത്. അതിനുശേഷം ഇത് നമ്മൾ 5 പ്രാവശ്യം ഈ നമ്പേഴ്സ് നമ്മൾ വായിക്കണം. അതായത് 21, 28, 23, 22, 24, 26, 27, 20, 25 എന്നുള്ള നിലയ്ക്ക്. അതായത് ഗുരുവിൽ തുടങ്ങി 3 എന്നുള്ള നമ്പർ ഗുരുവിനെ കുറിക്കുന്നു. ഗുരുവിൽ തുടങ്ങി ചൊവ്വ നീചത്തിൽ നമ്മൾ കൊണ്ട് നിർത്തുന്നു. കാരണം ചൊവ്വ നീചമടയണം. ചൊവ്വ നീചമായെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മി കുബേര പൂജ ചെയ്ത് നമ്മളിലോട്ട് എത്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് 5 പ്രാവശ്യം ഇത് 25 അവസാനിക്കുന്നത് വരെ നമ്മളിതൊന്ന് റീഡ് ചെയ്യണം, വായിക്കണം എന്ന് പറയുന്നത് പിന്നിലെ കാരണവും ലക്ഷ്മി കുബേര പൂജയിൽ ഈ ഒരു യന്ത്രം മറക്കാതെ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിന് പിന്നിലെ കാരണവും. അതേപോലെ തന്നെ ചന്ദ്രഭഗവാനെ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചരി വെച്ചിട്ട് അതിന് പുറത്തായിട്ട് 2 ദീപങ്ങൾ ഇവിടെ തെളിയിക്കുന്നതും. ഇതൊക്കെ ഞാൻ ഓൾറെഡി പണ്ട് ലക്ഷ്മി കുബേര പൂജ എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഗുരുഭഗവാനും ചന്ദ്രനും വലിവടയുന്ന യന്ത്രം നമ്പേഴ്സാണ് ഈ ഒരു കുബേര യന്ത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കർക്കിടക രാശിയുമായിട്ടാണ് നമ്മുടെ ഈ ഒരു ലക്ഷ്മി കുബേര പൂജ കൂടുതലായിട്ടും അടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരത്തിൽ നമ്മൾ വായാണ് ഈ ഒരു നീർഭൂതത്തെ കുറിക്കുന്നത്. കാരണം കർക്കിടക രാശി എന്ന് പറയുന്നത് നീർഭൂത രാശിയാണ്. നമ്മുടെ ശരീരത്തിലെ ചക്രങ്ങളിൽ സ്വാധിഷ്ഠാന ചക്രമാണ് നീർഭൂതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹാപ്പി ഹോർമോൺസിൻ്റെ ആ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ സ്വാധിഷ്ഠാന ചക്രമാണ്. അപ്പം സ്ത്രീകളിൽ ചന്ദ്രബലം കുറഞ്ഞിരുന്നാൽ അതിൻ്റെ സിംറ്റംസ്, സ്വാധിഷ്ഠാന ചക്രത്തെ എങ്ങനെ ആക്റ്റീവ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതേപോലെയുള്ള ഒന്നാണ് ഐശ്വര്യേശ്വര ലക്ഷ്മി കുബേര പൂജ. ദീപാവലിയിൽ, തുലാമാസത്തിൽ വരുന്ന ദീപാവലിയിൽ നമ്മൾ ചെയ്യുന്നത്. എന്താണ് ഐശ്വര്യേശ്വര ലക്ഷ്മി കുബേര പൂജയുടെ ഒരു പ്രത്യേകത? ഇതും കുബേരനിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐശ്വര്യേശ്വര ലക്ഷ്മി കുബേര പൂജയിൽ ലക്ഷ്മി ദേവിക്ക് സാക്ഷാൽ മഹാദേവൻ സ്വർണവും കുബേര ഭഗവാന് കുബേരനിധി എന്ന് പറയുന്ന ധാന്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഭൂമി തത്വം, അത് മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരാണ്? സാക്ഷാൽ ലക്ഷ്മി ദേവി. അതായത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സ്വർണം, വെള്ളി, വൈര്യം ഇതൊക്കെ ലക്ഷ്മി ദേവിയുമായിട്ടും നീർത്തത്വത്തോടു കൂടിയിട്ടുള്ള തത്വം എന്ന് പറയുന്നത് കുബേര ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാന്യങ്ങളുമാണ്. അതായത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു കുബേരനിധി എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളും ഒരുപോലെ ഒരേ ലെവലിൽ വരുന്നതാണ് എന്നുള്ളതാണ്. തുലാമാസത്തെ കുറിക്കുന്നത് ത്രാസാണ്. ഇവിടെ നോക്കിക്കേ, ഐശ്വര്യേശ്വരനായ മഹാദേവൻ ത്രാസായിട്ട് നിലകൊള്ളുമ്പോൾ ആ 2 സൈഡിലും ഒരേ ലെവലിലാണ് ലക്ഷ്മി ദേവിയും കുബേര ഭഗവാനും നിലകൊള്ളുന്നത്. ഒരാൾ ധാന്യം മേടിക്കുന്നെങ്കിൽ ഒരാൾ ധനമാണ് മേടിക്കുന്നത്, ഒരേ ലെവലിൽ. അപ്പം നമ്മുടെ വീട്ടിലോട്ട് ഒരേ ലെവലിൽ ധനവും ധാന്യവും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യണം. അതുമാത്രവുമല്ല, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള തിരുപ്പതിയിൽ എന്താണുള്ളത്? കുബേര ഭഗവാനും ലക്ഷ്മി ദേവിയുമുണ്ട്. അവിടെ കുബേരനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ധാന്യം, അന്നദാനത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? എത്രയോ കോടി ജനങ്ങളാണ് ഓരോ ദിവസവും അവിടെ ഭഗവാനെ ദർശിക്കാൻ എത്തുന്നത്. അവർക്കെല്ലാം അന്നം ലഭിക്കുന്നുണ്ട്. ധാന്യത്തിന് തിരുപ്പതിയിൽ ഒരു കുറവുമില്ല. അതേപോലെ മഹാലക്ഷ്മി ഭഗവാന്റെ നെഞ്ചിൽ ശ്രീവസ്ത്രമായിട്ട് മഹാലക്ഷ്മി ദേവി വസിക്കുന്നുണ്ട്. അവിടെ ധനത്തിന് വല്ല കുറവുമുണ്ടോ? സ്വർണത്തിന് വല്ല കുറവുമുണ്ടോ? വെള്ളിക്കോ രത്നത്തിനോ എന്തിനെങ്കിലും കുറവുണ്ടോ? അതായത് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന പൈസ കുബേര ഭഗവാന്റെ കടമടയ്ക്കാനാണ് തിരുപ്പതി ഭഗവാൻ ഉപയോഗിക്കുന്നത് എന്നുള്ള ഐതിഹ്യം വെച്ചിട്ടാണെങ്കിലും അവിടെ ലക്ഷ്മി ദേവിയും കുബേര ഭഗവാനും ഒരു ത്രാസ് പോലെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അന്നദാനത്തിനും ഭഗവാന് ലഭിക്കുന്ന സ്വർണത്തിനും ധാന്യത്തിനും ധനത്തിനും ഒന്നിനും അവിടെ ഒരു കുറവില്ല. ഇതാണ് നിങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് തന്നെ. അതായത്
ധാന്യത്തെയും തങ്കത്തെയും ഒരേപോലെ അളക്കുക എന്നുള്ളതാണ് ലക്ഷ്മി കുബേര പൂജയുടെ തത്വം എന്ന് പറയുന്നത്. അതിൽ തന്നെ ധാന്യമെന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് കെട്ടുപോകും. നമുക്കറിയാം ഒരുപാട് കാലം കഴിയുമ്പം ധാന്യം നശിച്ചു പോകും. തങ്കം, സ്വർണമെന്ന് പറയുന്നത് ഗുരുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതൊരിക്കലും കെട്ടുപോവില്ല. അപ്പം ഇത് നീർഭൂതം കുറയാതെ വരുന്ന പോലെ വേണം നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ആ പൂജയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മൺതത്വം, ആ ഭൂമി തത്വം എന്ന് പറയുന്നത്, ആ ഒരു ഭൂതം സ്വർണം വെച്ച് നമ്മൾ പൂജ ചെയ്യുന്നിടത്തോളം കുറയില്ല. പക്ഷേ ധാന്യം വെക്കാതെ നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടില്ല. കുറേ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പം നമ്മൾ ചെറുപയർ പുഴുങ്ങി വെക്കണം എന്നുള്ളത്. അത് വളരെയധികം പ്രിയമാണ് ഭഗവാന്, അതായത് കുബേര ഭഗവാൻ. അതേപോലെ അവൽ പായസം, പച്ചരി കുത്തി ഉണ്ടാക്കുന്ന അവലെന്ന് പറയുന്നതും സാക്ഷാൽ കുബേര ഭഗവാന് വളരെ പ്രിയമാണ്. ഇത് രണ്ടും ധാന്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പം ശ്രദ്ധിക്കണം. ഒരുപാട് പേർക്ക് ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പം ഫലം കിട്ടാത്തതിന് പിന്നിലെ കാരണം ലക്ഷ്മി ദേവിയെ മാത്രമാണ് നമ്മളവിടെ വശ്യം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുബേരനിധി കിട്ടുന്നത്? കുബേര ഭഗവാന് പ്രിയപ്പെട്ട വസ്തുവും കൂടി നമ്മൾ ലക്ഷ്മി കുബേര പൂജയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു പൂജയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു യന്ത്രം, നിങ്ങളിത് ഞാൻ പറഞ്ഞതുപോലെ വരയ്ക്കാതെ ഒരെണ്ണം മേടിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നമ്മളിത് പൂജ ചെയ്യുമ്പം ദീപത്തിനടുത്തായിട്ട് വെക്കരുത്. അഗ്നിഭൂതവും നീർഭൂതവും ഒന്നിച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അഗ്നി അവിടെ ജ്വലിക്കും, നീർ കെട്ടുപോകും. ഈ യന്ത്രമെന്ന് പറയുന്നത് നീർഭൂതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മളിത് കുറച്ച് മാറ്റി വെക്കണം. അതായത് നമ്മൾ ദീപം കത്തിക്കുള്ള ലക്ഷ്മി കുബേര പൂജയ്ക്ക് അതിനടുത്തായിട്ട് വെക്കാതെ ഒരല്പം മാറ്റി വേണം ഈ ഒരു യന്ത്രം വെക്കാൻ. പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ ധാന്യം നിറച്ചിരിക്കുന്ന, ഒന്നെങ്കിൽ പച്ചരി ആവാം, അങ്ങനെ അല്ലെങ്കിൽ ഗോതമ്പാവാം, പരിപ്പാവാം, കടലയാവാം, എന്തിലെങ്കിലും കൊണ്ടുവെക്കുക. നമ്മൾ പൂജാമുറിയിൽ വെക്കാൻ പാടില്ല. ഇത് പൂജാമുറിയിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർഭൂതവും അഗ്നിഭൂതവും അവിടെ ഒന്നിച്ചു വരരുത്. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ധാന്യത്തോട് കൂടിയിട്ട് കുബേര യന്ത്രം വെച്ചാലാണ് നമുക്കതിന് 100% റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യാഴാഴ്ചയും പൂയം നക്ഷത്രത്തിലും നമ്മൾ പൂജിക്കാനായിട്ട് ധാന്യത്തിൽ നിന്നും ഈ യന്ത്രം എടുക്കണം. അതിനുശേഷം തിരിച്ച് നമുക്ക് അവിടെ തന്നെ തിരിച്ചു കൊണ്ട് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ധാന്യങ്ങളും കൂടി മിക്സാക്കി നമ്മൾ വെക്കുക. അതായത് കുറച്ച് പച്ചരി, ഗോതമ്പ്, ചെറുപയർ, പരിപ്പ്, കടല, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ധാന്യങ്ങളുണ്ടോ അതെല്ലാം ഓരോ സ്പൂണോ 2 സ്പൂണോ വെച്ച് നമ്മൾ ഒരു ചെറിയ ചില്ലിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ചില്ലിൽ വെക്കാൻ പറ്റില്ലെങ്കിൽ ഒരു യെല്ലോ കളറിലെയോ ഗ്രീൻ കളറിലെയോ ക്ലോത്ത് എടുത്തിട്ട് അതിലോട്ട് ആ ധാന്യങ്ങളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അതിനുള്ളിൽ നമ്മൾ ഈ ഒരു യന്ത്രം വെച്ച് കിച്ചണിൽ വെക്കുക. പൂജ ചെയ്യാൻ നേരം എടുത്താലും മതി. അപ്പോൾ നമുക്ക് പീരിയഡ് സമയത്തൊന്നും അത് തൊടേണ്ടുന്ന ആവശ്യമേ വരുന്നില്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും കുബേരനിധിയായിട്ട് തന്നെ നമ്മുടെ വീട്ടിലോട്ട് കുബേര ഭഗവാന്റെ കടാക്ഷം വന്നു ചേരും. ഇനി ഈ യന്ത്രമായിട്ട് നിങ്ങൾക്ക് മേടിച്ച് വെക്കാൻ താല്പര്യമില്ല, അങ്ങനെ ഒരു ചിന്തയുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ വടക്ക് ഭിത്തിയിൽ തെക്കോട്ട് നോക്കുന്ന രീതിയിൽ നമുക്കിത് വരയ്ക്കാവുന്നതാണ്. അതായത് തെക്കോട്ട് നോക്കി വെക്കാവോ ദോഷമല്ലേ എന്നുള്ളതല്ല, അതിൽ നിങ്ങൾ നോക്കുകയേ വേണ്ട. കാരണം കുബേര ഭഗവാന്റെ ദിക്കെന്ന് പറയുന്നത് ഏതാണ്? വടക്കാണ്. നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് വടക്ക് നോക്കിയാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മഞ്ഞൾ നമ്മൾ പച്ചരിപ്പൊടിയും മഞ്ഞളും മിക്സ് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് തെക്കോട്ട് വരുന്ന രീതിയിൽ ഈ ഒരു യന്ത്രം നമുക്ക് വരച്ച് വെക്കാവുന്നതാണ്. അത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നല്ല ഫലം കൊണ്ടുതരികയും ചെയ്യും. അതിപ്പം ഹോള് തന്നെ വേണമെന്നില്ല. നമുക്ക് എല്ലാവർക്കും കിച്ചണിന് സ്റ്റോർ റൂം ഉണ്ടാകും. ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്റ്റോർ റൂം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോർ റൂമിൻ്റെ വടക്ക് ചുമരിൽ തെക്കോട്ട് നോക്കി നമുക്ക് ഇതേപോലെ വരയ്ക്കാവുന്നതാണ്. അങ്ങനെ വരച്ചിട്ട് അവിടെ നല്ല മണമുള്ള പൂക്കളൊക്കെ വെക്കുന്നത് നല്ലതാണ്. കാരണം ലക്ഷ്മി കുബേര പൂജയിൽ നല്ല മണം, ദീപങ്ങളെക്കാൾ കൂടുതൽ മണത്തിനാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ മുല്ലപ്പൂവും നല്ല നല്ല പെർഫ്യൂംസ്, അതായത് നമുക്ക് പൂജയ്ക്കുള്ള പെർഫ്യൂംസ് കിട്ടും. അതൊക്കെ വാങ്ങിച്ചുപയോഗിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെങ്കിൽ ഈ ഒരു യന്ത്രം ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി എല്ലാ വ്യാഴാഴ്ചയും ഇത് വരയ്ക്കാൻ പറ്റുമെങ്കിൽ
ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് വരയ്ക്കുക എന്നുള്ളതാണ്. കാരണം പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രനും മഞ്ഞൾ എന്ന് പറയുന്നത് ഗുരുവുമാണ്. അപ്പം ഇത് രണ്ടും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമ്മൾ ഈ യന്ത്രം വരയ്ക്കുമ്പോൾ, അപ്പം പച്ചരിപ്പൊടിയും മഞ്ഞളും കൂടി ചേർത്ത് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരച്ചു കഴിഞ്ഞാൽ ഉത്തമമാണ്. അത് നിർബന്ധിക്കുന്നില്ല ഞാൻ ആരെയും. വരയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്കാണ് യന്ത്രം മേടിച്ച് വെച്ചാലും പ്രശ്നമില്ല. നമുക്ക് ചിലപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും അത് നമുക്ക് നല്ല ഫലം തന്നെ തരിക തന്നെ ചെയ്യും. പക്ഷേ എപ്പോഴും ഞാൻ പറയില്ല, നമ്മൾ മാക്കോലം വരയ്ക്കുന്നതിന് ഉള്ള ഒരു ഫലം നമുക്കൊരിക്കലും സ്റ്റെൻസിൽ വെച്ച് വരയ്ക്കുന്നതിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതേപോലെ ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പം നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു വസ്തുവാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്, ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുടവാണ്. ഞാൻ ഇന്ന് വരെ ഇത് മാറ്റിയിട്ടില്ല. ഒരു കുടത്തിൽ പച്ചരി, ഒരു കുടത്തിൽ മഞ്ഞൾ, ഒരു കുടത്തിൽ 11 രൂപ നാണയങ്ങൾ, 1 രൂപയുടെ 11 നാണയങ്ങൾ. ഇതാണ് കുബേരനിധിയായിട്ട് എപ്പോഴും ഞാൻ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുന്ന മറ്റൊരു വസ്തുവെന്ന് പറയുന്നത്. ഇത് ഞാൻ വീട്ടിൽ ഒരു കണ്ണാടി വെച്ചിട്ട് അതിന് മുൻപിൽ വടക്കോട്ട്, അതായത് വടക്കോട്ടാണ് ആ കണ്ണാടി ഫേസ് ചെയ്തിരിക്കുന്നത്, അതിന് മുൻപിലായിട്ടാണ് ഇത് വെക്കുന്നത്. ഇതെല്ലാ വ്യാഴാഴ്ചയും ഞാൻ മാറ്റും. അതായത് പച്ചരി ചന്ദ്രനെയും മഞ്ഞ കളറിലെ പരിപ്പ് ഗുരുവിനെയും കുറിക്കുന്നു, നാണയങ്ങൾ ലക്ഷ്മി ദേവിയെയും. അത് ഇവിടെ ഒരു ത്രാസ് പോലെയാണ് നമുക്ക് കുബേരനിധിയെ അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾ തമിഴ്നാട്ടുകാരുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. 5 പോട്ട്സൊക്കെ ആയിട്ട് അവർ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. 3 പോട്ട്സ് ആണെങ്കിലും നമുക്ക് നല്ല ഫലം തരും. ഇത്രയും വലുത് വേണമെന്നുമില്ല. വളരെ ചെറിയ ബ്രാസിൻ്റെയൊക്കെ നമുക്ക് ഓൺലൈൻ സൈറ്റ്സിൽ നിന്ന് മേടിക്കാനും കിട്ടും. അത് മേടിച്ചിട്ട് ഇതുപോലെ വെക്കുക. ലക്ഷ്മി അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പം ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, ഇന്ന് ഇതുപോലെ കുഞ്ഞു കുടമുണ്ടെങ്കിൽ അതിൽ കുറേശ്ശെ പച്ചരിയും പരിപ്പും അതേപോലെ നമുക്ക് ഈ നാണയങ്ങളും ഇട്ടിട്ട് ലക്ഷ്മി കുബേര പൂജയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വടക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന പോലെ ഒരു കണ്ണാടി വെച്ചിട്ട് അതിന് മുൻപിൽ ഇത് വെക്കാം. റിഫ്ലക്ഷനാണ് സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പം നമുക്ക് ഇരട്ടിക്കും. ധാന്യങ്ങളാണെങ്കിലും അതിലിട്ടിരിക്കുന്ന നാണയമാണെങ്കിലും സ്വർണവും വെള്ളിയൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. ഞാൻ 11 രൂപ നാണയങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം കിട്ടും. ഇത് എല്ലാ വ്യാഴാഴ്ചയും പച്ചരിയും പരിപ്പും ഒരാഴ്ച കൊണ്ട് പ്രത്യേകിച്ച് അഴുക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്കിത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഉറുമ്പുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാവുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ പച്ചരിയും പരിപ്പും നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ റീയൂസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നോൺ വെജിൻ്റെ കൂടെ കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. നാണയങ്ങൾ ഇത് തന്നെ മതി. എത്ര കാലം നിങ്ങൾ ഈ ഒരു കുബേരനിധി പോട്ട് നമ്മുടെ പൂജാമുറിയിൽ വെക്കുന്നു അത്രയും നാളും ഈ നാണയങ്ങൾ മതി. നാണയങ്ങൾ 21 രൂപ 51 രൂപ 101 രൂപ നമുക്ക് പോട്ട് നിറച്ച് വെക്കാവുന്നതാണ്. ഇത് എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ മാറ്റിയാൽ മതി. ഇപ്പോൾ പീരിയഡ്സ് വരുമ്പോൾ ഒരാഴ്ച നമുക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന വ്യാഴാഴ്ച നമുക്കിത് മാറ്റിയാൽ മതി. ഞാനിത് ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കിതിന് നല്ല ഫലവും കിട്ടിയിട്ടുണ്ട്. കുബേരനിധി, അതായത് വടക്ക് നമ്മൾ കണ്ണാടി വരത്തക്ക രീതിയിൽ കണ്ണാടിയുടെ റിഫ്ലക്ഷൻ വടക്കോട്ട് നോക്കിയിരിക്കുന്നത് പോലെ വെച്ചിട്ട് അതിന് മുൻപിലായിട്ട് വെക്കുക എന്നുള്ളതാണ്. നല്ല ഫലം തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു കുബേര യന്ത്രം നമ്മൾ തെക്കോട്ട്, നമ്മുടെ വടക്ക് ചുവരിൽ തെക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ വരയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഹോളിലൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഈ അലങ്കാര വസ്തുക്കളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് കണ്ടാൽ ചോദിക്കും, അവർക്കൊരു മറുപടി കൊടുക്കണമല്ലോ എന്നുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലാണെങ്കിൽ നമുക്കത് ആരും കാണാത്ത പോലെയും വരയ്ക്കാവുന്നതാണ്. കാണണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒന്നെങ്കിൽ അടുക്കളയിലെ വടക്ക് ചുവരിൽ തെക്കോട്ട് നോക്കിയോ, അല്ലെങ്കിൽ നമ്മുടെ ഹോളിൽ, അല്ലെങ്കിൽ പൂജാമുറി സെപ്പറേറ്റ് ഉള്ളവർക്ക് പൂജാമുറിയിലെ വടക്ക് ചുവരിൽ തെക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയെ വരയ്ക്കാം. എങ്ങനെ വരച്ചാലും കുബേരനിധി സമ്പത്ത് നമുക്ക് കിട്ടും. പക്ഷേ വ്യാഴാഴ്ചകളിലും പൂയം നക്ഷത്രത്തിലും ലക്ഷ്മി കുബേര പൂജയും കൂടി നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും 100% ഫലം ലഭിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും 100% റിസൾട്ട് ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.